ഞാനൊരു ചെറിയ കഥ പറയട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കഥയാണ്. തത്തമ്മയുടെ ചുമയുടെ കഥയാണ് കേട്ടോ. പെട്ടെന്ന് പറയാം. ഒരാൾക്കൊരു തത്തമ്മയുണ്ട്. തത്തമ്മ എന്ന് പറഞ്ഞാൽ അയാൾ വീട്ടിൽ വളർത്തുന്ന പെറ്റാണ്. തത്തമ്മയ്ക്ക് ഒരു ദിവസം ചുമ വന്നു. തത്തമ്മയ്ക്ക് ചുമ വന്നപ്പോൾ ഇയാൾക്ക് ഭയങ്കര ടെൻഷനായി. കാരണം അയാളുടെ വീട്ടിൽ അയാളും തത്തമ്മയും മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് തത്തമ്മേനെ. അപ്പൊ തത്തമ്മയെ കൊണ്ടുപോയി അയാൾ ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പൊ അലോപ്പതി ഡോക്ടറായിരുന്നു, നമ്മുടെ ഈ ഡോക്ടറല്ല, ഇംഗ്ലീഷ് മെഡിസിനാണ്. അപ്പൊ തത്തമ്മ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു തത്തമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ നടത്തണം. തത്തമ്മയുടെ കുഞ്ഞ് നെഞ്ചല്ലേ. അയാൾ ആ തത്തമ്മയും കൊണ്ട് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് നമുക്ക് ഇച്ചിരി മരുന്ന് കൊടുക്കാം, പക്ഷെ മരുന്നിന് ഭയങ്കര കയ്പൊക്കെ ആയിരിക്കും. അയാൾ സമ്മതിക്കത്തില്ല. അയാൾ അതിനെ കൊണ്ട് തിരിച്ചു പോകും. അത് കഴിഞ്ഞ് അയാളൊരു ആയുർവേദം അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയ്ക്ക് പോയി. അപ്പൊ അവര് പറഞ്ഞു തത്തമ്മ മണ്ണി കുഴിച്ചിടാവും, ഈ മണ്ണ് ചികിത്സ ഉണ്ട്. അയാൾ അതിനെ തിരിച്ച് പിന്നെയും കൊണ്ടുവന്നു. അപ്പൊ അയാൾ തത്തമ്മ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. തത്തമ്മ ഇങ്ങനെ കൂട്ടിലിരിക്കുന്നു, അയാള് കസേരയിലിരിക്കുന്നു. ഇയാൾക്കൊരു ചെറിയ ദുശീലം ഉണ്ടായിരുന്നു, പുകവലി ഉണ്ടായിരുന്നു. ഈ തത്തമ്മയുടെ ചുമ മാറാതെ വന്നപ്പോ ഇയാൾക്ക് ടെൻഷൻ കൂടി. സാധാരണ ഈ ടെൻഷൻ കൂടുമ്പോ അല്ലേ ചിരിക്കുന്നുണ്ട്, വലി കൂടും. അപ്പൊ ടെൻഷൻ കൂടിയപ്പോ ഇയാളുടെ വലി കൂടി, തത്തമ്മയുടെ ചുമയും കൂടിക്കൊണ്ടിരുന്നു. തത്തമ്മയുടെ ചുമയുടെ കാരണം എന്തുവാ? ഇതാ എല്ലായിടത്തും എന്നോട് എല്ലാരും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കഥ എല്ലായിടത്തും പോയി പറയുന്നത്. ഇതല്ല കാരണം. പുകവലി ചുമ വരുത്തുമെന്നാണ് എല്ലാരും പറയുന്നത്. അപ്പൊ ഇയാള് കുറച്ച് ദിവസമായിട്ട് പുറത്തിറങ്ങാതിരിക്കുകയാണ്. ഇയാള് സിഗരറ്റ് വലിക്കുന്നുണ്ട്, തത്തമ്മ ഇരുന്ന് ചുമയ്ക്കുന്നുണ്ട്. അവസാനം ഇയാളെ പഠിപ്പിച്ച ഒരു ടീച്ചർ അയൽവക്കത്ത് താമസിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇയാളെ പുറത്ത് കാണാതെ വന്നപ്പോൾ ഈ പയ്യനെ തപ്പി ഈ ചെറുപ്പക്കാരനെ അന്വേഷിച്ച ടീച്ചർ വന്നു. ടീച്ചർ വന്ന് നോക്കിയപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. കഥയെല്ലാം ഇയാൾ പറഞ്ഞു. അപ്പൊ ടീച്ചർ അയാളോട് പറഞ്ഞു, നീ ആദ്യം പുകവലി ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞു. തത്തമ്മയുടെ കാര്യം നമുക്ക് രണ്ടാമത് നോക്കാം, അല്ലെ നിന്റെ ആരോഗ്യം നോക്കാൻ പറഞ്ഞു. ഇത് പഴയ കഥയാണ്, ടീച്ചർമാർ പറഞ്ഞ പിള്ളേർ കേൾക്കുന്ന കാലത്തെ കഥയാണ്. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞപ്പോൾ അയാൾ പുകവലി നിർത്തി. തത്തമ്മയുടെ ചുമ കുറഞ്ഞു. എന്തോ കാരണം? ഈ തത്തമ്മയ്ക്കൊരു സ്വഭാവം ഉണ്ടല്ലോ. നമ്മൾ എന്തോ പഠിപ്പിച്ചാലും തത്തമ്മയെ പൂച്ചെന്ന് പഠിപ്പിച്ച തത്തമ്മ പൂച്ചെന്ന് പറയും. അപ്പൊ ഇയാൾക്ക് ആദ്യം ടെൻഷൻ ഒന്നും ഇല്ലാതിരുന്നപ്പോ ചെറിയ പുകവലിയേ ഉള്ളായിരുന്നു. അപ്പം ചെറിയ ചുമയുള്ളായിരുന്നു. അയാൾ അവിടെ ഇരുന്ന് ചുമയ്ക്കുമ്പോൾ തത്തമ്മ കൂട്ടിയിരുന്ന് ചുമയ്ക്കും. ഇയാളുടെ ടെൻഷൻ കൂടിയപ്പോ ഇയാളുടെ ചുമ കൂടി. തത്തമ്മ അവിടെ ഇരുന്ന് ഡിജിറ്റലായിട്ട് അതുപോലെ തന്നെ ചുമയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നേ എത്രയേ ഉള്ളൂ. നമ്മുടെ പരിസരങ്ങളിൽ എന്തെങ്കിലും അശുദ്ധിയുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആത്യന്തികമായത് നമ്മുടെയും കൂടെ പ്രശ്നമാണ്. നമ്മുടെ ചുറ്റുപാട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ട് എന്ന് നമ്മൾക്ക് വിമർശനം ഉന്നയിക്കാൻ തോന്നുമ്പോൾ ആദ്യം അവനവനിലേക്കൊന്ന് നോക്കണം. നമുക്ക് രണ്ട് ടൈപ്പ് കണ്ണാടിയും കൊണ്ട് നടക്കാം. ഒന്ന് സാധാരണ കണ്ണാടി, നമുക്ക് മുഖം നോക്കുന്ന കണ്ണാടി. മറ്റൊന്ന് ഭൂത കണ്ണാടി. രണ്ട് ടൈപ്പ് മനുഷ്യരാണ്. ഈ ഭൂത കണ്ണാടിയും കൊണ്ട് നടന്നാൽ ബാക്കിയുള്ളവരുടെ കുറ്റം മുഴുവൻ കാണാൻ പറ്റും. മറ്റേ കണ്ണാടി കൊണ്ട് നടന്നാൽ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും. നമ്മൾ നമ്മളെ തന്നെ അത് കാണുന്ന ഏറ്റവും വലിയ കണ്ണാടിയാണ് ആരാധന. കാരണം നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മുൻപാകെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ ക്രിസ്തു യേശുവിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ അവന്റെ സാദൃശ്യത്തിലേക്കുള്ള വളർച്ചയ്ക്ക് നമുക്ക് എത്രമാത്രം കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഓർത്തെടുക്കാനുള്ള ഓരോ അവസരമാണ് ഓരോ ആരാധനയും ഓരോ പ്രാർത്ഥനയും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.